ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അച്ചാർ പ്രിപ്പയർ ചെയ്താലോ? മിക്സഡ് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 കിലോയോളമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതിനായിട്ട് ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയ്ക്ക് ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ കടുകും ഉലുവയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തു. അത് പൊട്ടി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കടുക് പരിപ്പ് ചേർത്ത് കൊടുത്തു. കടുക് പരിപ്പ് കുറച്ചധികം നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിനും ഒരു കാണാനൊരു ഭംഗിക്കും കൂടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ആ തിളച്ച എണ്ണയിൽ കിടന്ന് വഴറ്റി വരണം. ആ സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മളത് വഴറ്റി എടുക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികളെന്ന് പറയുന്നത് പാവയ്ക്കയും ക്യാരറ്റും, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ നെല്ലിക്കയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയും കൂടി ആഡ് ചെയ്യാം. ഇതൊരു മിക്സഡ് അച്ചാറാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഇടാം, ഓൾമോസ്റ്റ് എല്ലാം ഇടാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെയിനായിട്ട് വരുന്നത് പാവയ്ക്കയും ക്യാരറ്റും പൈനാപ്പിളും നെല്ലിക്കയാണ്. നെല്ലിക്ക നമ്മൾ ഉപ്പിലിട്ട് വെച്ചതും യൂസ് ചെയ്യാം, ഇല്ലാണ്ട് പച്ചക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചമുളക്, വേപ്പില, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ കായ കട്ടയാണ് യൂസ് ചെയ്തത്. കായപ്പൊടിയുള്ളവർക്ക് അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അത് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ക്യാരറ്റും പൈനാപ്പിളും. ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര യൂസ് ചെയ്യാം, പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര യൂസ് ചെയ്യാം. ചിലവർക്ക് മധുരം മുമ്പിൽ നിൽക്കണമെന്നായിരിക്കും, അങ്ങനെയുള്ളവർക്ക് പൈനാപ്പിൾ കുറച്ചുകൂടി കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ, ഒരു പൈനാപ്പിൾ ആട്ട ചേർത്ത് കൊടുത്തേക്കണം. പാവയ്ക്ക് ഒരു 2 കിലോത്തോളം ചേർത്തിട്ടുണ്ട്. ക്യാരറ്റും ഒരു 1.5 കിലോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ബാക്കി നെല്ലിക്കയാണ് കേട്ടോ ആഡ് ചെയ്തേക്കണം. അപ്പം നെല്ലിക്കയൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽത്തിനും കൂടി നല്ലതായിരിക്കും. പാവയ്ക്കയും നെല്ലിക്കയൊക്കെ നല്ലതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ അച്ചാറിൽ കൂടുതൽ അച്ചാർ പൊടികളായിട്ട് മസാലയൊന്നും ചേരുന്നില്ല, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇനി ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നപ്പോഴേക്കും നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിൽ പൊടികളായിട്ട് നമ്മൾ ആഡ് ചെയ്യാനുള്ളൂ. വിനാഗിരിയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് കുറച്ച് നേരം അടപ്പത്തിൽ നിന്ന് ശരിയാകുമ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.